സുഹൃത്തുക്കളെ, ഇന്നൊരു ചെറിയ യാത്രയാണ്. നമ്മൾ ദുബായിൽ നിന്ന് ഒരു ചെറിയ യാത്ര, അതും RTA ബസ്സിൽ. കാരണം കാറും വണ്ടിയൊന്നും ഇല്ലാത്തവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതൊരു ലോങ് ട്രിപ്പാണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RTA ബസ്സിലാണ് പോകുന്നത്. ഹത്തയിലോട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന RTA ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഹത്ത എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. ഇത് വൺ സൈഡ് 25 ദിറംസ് ആണ് വരുന്നത്. ഇത് എല്ലാ 2 മണിക്കൂർ കൂടുന്തോറും നമ്മുടെ ദുബായ് മോളിൽ നിന്നുണ്ട് ബസ് കേട്ടോ. ഇങ്ങനെയാണ്, പക്ഷെ പുറത്തെ കാഴ്ചകൾ നമുക്ക് ക്യാമറകൾ കാണുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം. അല്ലാത്ത നമ്മൾ കാണുന്നതേ കുഴപ്പമില്ല. ബസ്സിൽ യാത്ര ചെയ്യാൻ വരുമ്പോഴുണ്ടല്ലോ ഈ നോൺ കാർഡ് ചാർജ് ചെയ്തിട്ടാണ് പറഞ്ഞത്. കാരണം ഇതിനകത്ത് നോൺ കാർഡ് യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ, പൈസ കൊടുത്ത് യാത്ര ചെയ്യാനൊക്കത്തില്ല. അപ്പം നോൺ കാർഡ് നമ്മൾ മിനിമം 25 ദിറംസാണ് വൺ സൈഡ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 50 ദിറംസ് വരും. അപ്പോൾ അത് ചാർജ് ചെയ്തിട്ട് കയറുക. പിന്നെ വെള്ളവും എന്തെങ്കിലും കഴിക്കാനുള്ളതും കരുതുക. ഇപ്പം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഫാമിലി വന്നിട്ട് അവരുടെ ആ നോൺ കാർഡിനകത്ത് ബാലൻസ് ഇല്ല, ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അങ്ങനെ അവർ ഇറങ്ങിപ്പോയി ചാർജ് ചെയ്യാനായിട്ട്. ഒന്നെങ്കിൽ ചാർജ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പിന്നെ നോൺ കാർഡ് ആപ്ലിക്കേഷൻസ് വഴി നമുക്ക് ചാർജ് ചെയ്യാം. പക്ഷേ അതിന് നെറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ ഈ സോളോ ട്രിപ്പ് അടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ട്രിപ്പാണ് കേട്ടോ. കാരണം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഒരു ദിവസം അവധി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് യാത്രയും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ഉച്ചയ്ക്കാണ് ഇറങ്ങിയ കേട്ടോ. ഇപ്പോൾ 1 മണിക്കുള്ള ബസ്സാണ് എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ ഇച്ചിരി ലേറ്റായിപ്പോൾ. എനിക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു. കാരണം ഞാനേ രാവിലെ ഇവിടെ വന്ന സമയത്ത് ഈ ബസ്സിൽ കയറാൻ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വെച്ച് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. കാരണം ഈ പുറത്ത് ആ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരിക്കുന്ന കാരണം. ഞാനപ്പോൾ വെള്ളം മേടിക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് കുറേ ഫിലിപ്പിനോസും ലേഡീസും വന്നിട്ട് അവളുമാരെ അവിടെ ഫ്രണ്ടിൽ കയറിയാക്കി ഇരുന്നളഞ്ഞു. പിന്നെ ഒന്നും പറയാനൊക്കത്തില്ല. അങ്ങനെ പിന്നെ ബാക്കി വന്നിരിക്കുക. പക്ഷേ പുറത്തെ വീഡിയോസ് ഒന്നും എടുക്കാനൊക്കെ ഇല്ല. കാരണം ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന കാരണം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. നോക്കട്ടെ, തിരിച്ചു വരുമ്പോൾ പറ്റുന്നെങ്കിൽ കയറിയിരിക്കാം ഫ്രണ്ടിൽ. അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ ബസ്സിൽ. കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു. പിന്നെ ഇവിടുന്ന് ഇപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടുന്ന് ലാസ്റ്റ് ബസ് 10:30 യൂണിയനിലോട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോൺ കാർഡ് റീചാർജ് ചെയ്യാൻ പറ്റും. മോളിൽ നിന്ന് ബസ് കയറി, ഇതാണ്ട് ഈ കിടക്കുന്ന ബസ്സാണ്. ആ ബസ്സിൽ കയറി നമ്മൾ ഹത്ത ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഹത്ത ഓൺ ഓഫ് ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആർട്ടിയുടെ. അപ്പോൾ ഈ ബസ്സിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത യാത്ര ചെയ്യാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ ഇതെല്ലാം അരമണിക്കൂർ കൂടുമ്പോൾ ഇവിടുന്ന് ബസ്സുണ്ട്. എല്ലാ ഈ ടൂറിസ്റ്റ് ബസ്സിലോട്ടും ഈ കാണുന്ന ബസ് പോകും. എല്ലാ അരമണിക്കൂറിലുണ്ട്. നമുക്ക് അവിടെ ചെന്ന് ഈ ബസ് ഇറങ്ങിയിട്ട് അരമണിക്കൂർ കൊണ്ട് കാഴ്ചകൾ കാണുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് കഴിച്ചിട്ട് അടുത്ത ബസ്സിനകത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അതല്ല 1 മണിക്കൂർ കൊണ്ടാണ് കാണുന്നതെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ബസ്സിനകത്ത് പോകാം. ബസ് ഇറങ്ങിയിട്ട് നിന്ന് മറ്റേ ഹത്ത ഓൺ ഓഫ് ബസ് എടുത്ത് നമ്മളിപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഹത്ത ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. 2 ദിറംസ് അവിടെ നിന്ന് ഇവിടെ വരെ ഇറങ്ങാൻ. ഒരുപാട് നടക്കാൻ പറ്റാത്തവർക്ക് ഇവിടുന്ന് ഈ ഫ്രീ ഷട്ടിൽ ബസ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ കാർ പാർക്കിങ്ങിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ടെന്നാണ് അതിനകത്ത് പറഞ്ഞു. ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ ഷട്ടിൽ സർവീസ്. താഴെ ഡാമിൻ്റെ താഴെ നിന്ന് നമ്മുടെ ഡാമിൻ്റെ മുകളിൽ വരെ ഈ ഷട്ടിൽ സർവീസ് ഉപയോഗിച്ച് നമുക്ക് മുകളിൽ വരെ എത്താം. കാരണം കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇറങ്ങുന്നതിന് പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പം ഞാനത് എടുത്താണ് മുകളിലേക്ക് പോയത്. ഞാനവിടെ എത്തുമ്പോഴത്തേക്കവിടെ ഒരു നിരവധി ആൾക്കാരവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏകദേശം ഒരു ഈവനിങ് ടൈമിലാണ് അവിടെ എത്തിയത്. കാരണം ഇഷ്ടംപോലെ ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. കയാക്കിംഗ് ആയാലും പെഡൽ ബോട്ടിംഗ് ആയാലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്. അതിനൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രം.
ഒരു 10-20 ദിർഹംസ് ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കാണാവുന്നതല്ല. ആരെയും കൂട്ടുപിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, വണ്ടിയുടെ ആവശ്യമില്ല, ബസ്സൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ ദുബായ് മോളിൽ നിന്നായാലും നമ്മുടെ യൂണിയനിൽ നിന്നായാലും ബസ്സുണ്ട് ഇവിടെയൊക്കെ വരാനായിട്ട്. അതല്ല അവിടുന്ന് ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോകാനും ബസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ബാക്കിലെല്ലാം കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. താഴെ നിന്ന് മേളിലോട്ട് കയറി വരാനായിട്ട് ഇതാണ്ട് ഇവിടുന്ന് ഈ സെറ്റ് സർവീസ് ഉണ്ട്. നേരെ അതിനകത്ത് കയറ്റി വാനിനകത്ത് കയറ്റി നമ്മൾ നേരെ അതിൻ്റെ അവിടെ കയറ്റി ഇവിടെ കൊണ്ടുവരും. ഞാനവിടെ എത്തിയത് ഈവനിങ് ടൈമിലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പം കുറേ കാഴ്ചകളൊക്കെ കണ്ടു, കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു, കയാക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അവിടെ ബൈക്ക് റൈഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ മെല്ലെ ഞാൻ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല വ്യൂസ് ആയിരുന്നു കേട്ടോ അവിടെ നിന്നപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് നടന്ന് തിരിച്ചിറങ്ങാൻ നേരത്ത് നമ്മുടെ ഈ കയാക്കിങ്ങിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് കയാക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക, 25 ദിർഹംസാണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ തിരിച്ച് താഴേക്ക് ഇറങ്ങിയത് ഈ വഴിയാണ് കേട്ടോ. ഇതിങ്ങനെ ചുറ്റി താഴേക്ക് ഇറങ്ങാം. കുറച്ച് നേരം അങ്ങനെ താഴേക്ക് ഇറങ്ങി പിന്നെ അവിടുന്ന് ബസ് എടുത്ത് നേരെ ബസ് സ്റ്റാൻഡിലെത്തി. എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ആ ബിരിയാണിയൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ വീണ്ടും ഹത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി. കാരണം തിരിച്ച് ദുബായിക്ക് പോകണമല്ലോ. ഞാൻ എത്തിയപ്പോഴത്തേക്കും ബസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ദുബായിലേക്കുള്ള. അങ്ങനെ ആ ബസ്സിൽ കയറി യാത്ര തിരിച്ചു ദുബായിലേക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ്പ് വാച്ചിങ്. താങ്ക്